ഹായ് ഓൾ, വെൽക്കം ടു PSC ജംഗ്ഷൻ. അപ്പോൾ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് പോവാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതിന്റെ പ്രധാനപ്പെട്ട ഫാക്റ്റുകളും റിലേറ്റഡ് ഫാക്റ്റുകളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ട് പോവാണ്. അപ്പോൾ നമ്മൾ മുന്നേ കഴിഞ്ഞ പല വീഡിയോകളിലായിട്ട് പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം, നമ്മളൊരു പുതിയൊരു ടെലിഗ്രാം ചാനൽ അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത കാര്യമൊക്കെ നിങ്ങളടുത്ത് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പില് നമ്മൾ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാല്, ഇപ്പോ നമ്മുടെ ഈ ഒരു 10th പ്രിലിംസ് അല്ലെങ്കിൽ നമുക്ക് ഇനി അടുത്ത് വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS എക്സാം, ഇതിനൊക്കെ മുന്നോടിയായിട്ട് ഒരു 500 ടോപ്പിക്സിന്റെ ഒരു ചാലഞ്ച് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രധാനപ്പെട്ട ഏരിയാസിൽ നിന്ന് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ നിന്നുള്ള എന്ത് ചെയ്യാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തിരഞ്ഞെടുത്തുകൊണ്ട് ആ ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ കാര്യങ്ങൾ പഠിച്ചു പോവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബാച്ച് എന്ന് പറയുമ്പോൾ വെറും കുറഞ്ഞ ഒരു രൂപക്ക് മാത്രം, അല്ലെങ്കിൽ വെറും 300 രൂപക്ക് മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. വെറും 300 രൂപയാണ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിന്റെ വരുന്നത്, ഫീ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ഡെയിലി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അപ്ഡേഷൻസ്, അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ്, അതിന്റെ റിലേറ്റഡ് ഫാക്റ്റുകൾ, ഡെയിലി മോക്ക് ടെസ്റ്റുകൾ, ഓഡിയോ വീഡിയോ ക്ലാസ്സുകൾ, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഗ്രൂപ്പ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു താഴെ ഒരു ഗൂഗിൾ ഫോം പ്രൊവൈഡ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസോ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ജസ്റ്റ് അറിയിക്കാവുന്നതാണ്. അപ്പൊ അതിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ജസ്റ്റ് ആ ഫോം ഒന്ന് ഫിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ തുടക്കം തന്നെ ഈ ഒരു കാര്യം നിങ്ങളെ ഇൻഫോം ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാണ്. തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിക്കുന്ന വർഷം എന്ന് പറയുന്നത് ഏതാണ്, 1865 അല്ലെ. 1865 കാലഘട്ടങ്ങളിലായിട്ടാണ് എന്ത് ചെയ്തത്, പണ്ടാരപ്പാട്ട വിളംബരം എന്ന് പറയുന്നത് പുറപ്പെടുവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ് എന്നുള്ളത് പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആയില്യം തിരുനാൾ അല്ലെ. ആയില്യം തിരുനാളാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു പണ്ടാരപ്പാട്ട് വിളംബരത്തിന് ഒരു വിശേഷണം കൂടിയുണ്ട്. എന്താണ്, തിരുവിതാംകൂറിലെ കർഷകരുടെ അല്ലെ, തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ടയായിട്ട് അറിയപ്പെടുന്നതാണ് ഈ പറയുന്ന തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ഈ പറയുന്ന 1865 പണ്ടാരപ്പാട്ട വിളംബരം എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് ഓർമ്മിച്ചു വെക്കുക. അപ്പൊ ഈ ഒരു വിളംബരം പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, കുടിയാന് എന്ത് ചെയ്യാൻ പറ്റും, സർക്കാർ വക പാട്ടവസ്തുക്കളുടെ മേലുള്ള അവകാശം എന്ന് പറയുന്നത് സ്ഥിരപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്ന സ്ഥിരപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു വിളംബരം കൂടിയായിരുന്നു 865 പണ്ടാരപ്പാട്ട വിളംബരം എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് ഓർമ്മിച്ചു വെക്കുക. ഓക്കെ, ഇപ്പൊ 865 ആയില്യം തിരുനാളാണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ് എന്നുള്ളതാണ്. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. കേരളത്തിൽ ആദ്യമായിട്ട്, കേരളത്തിലാണ്, ഞാൻ ഇന്ത്യയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. കേരളത്തിൽ ആദ്യമായിട്ട് രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ് എന്നുള്ളതാണ്. നെടുങ്ങാടി ബാങ്കാണ് കേട്ടോ. നെടുങ്ങാടി ബാങ്കാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നതാണ്. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് എന്നുള്ള കാര്യം ഇവിടെ ഓർമ്മിച്ചു വയ്ക്കുക. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ 53ാമത്തെ ചോദ്യം, താഴെ പറഞ്ഞാൽ മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത സംഭവം ഏതാണ്, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതല്ലാത്തത് ഏതൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഏതാണ് നമ്മുടെ ഉത്തരം വരുന്നത്, ഓപ്ഷൻ ഡി ആണ് അല്ലെ. അതായത് 1836 ഇലക്ട്രിസിറ്റി സമരം എന്ന് പറയുന്നതാണ് ഈ പറയുന്ന സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്തത്. ഓക്കെ, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്തത് ഏതാണ് എന്ന് ചോദിച്ചാല് 1936
ഇലക്ട്രിസിറ്റി സമരമാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്ന് കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവാം. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഇലക്ട്രിസിറ്റി സമരത്തെ കുറിച്ച് നമുക്കൊന്ന് നോക്കി പോവാനായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഇലക്ട്രിസിറ്റി സമരം പഠിക്കാം. ഇത് പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 1936 ഈ പറയുന്ന വൈദ്യുതി സമരം എന്ന് പറയുന്നത് നടക്കുന്നത്. എവിടെയാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മളോട് പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. തൃശ്ശൂരിലാണ് ഈ പറയുന്ന ഇലക്ട്രിസിറ്റി സമരം എന്ന് പറയുന്നത് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ തൃശ്ശൂരിലെ വൈദ്യുതി വിതരണം എന്ന് പറയുന്നത് ഒരു സ്വകാര്യ കമ്പനിക്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ വൈദ്യുതി വിതരണം നടത്തുന്നതിലുള്ള അവകാശം എന്ന് പറയുന്നത് ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതായിരുന്നു ഈ പറയുന്ന ഇലക്ട്രിസിറ്റി സമരത്തിന് പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അധികാരം നൽകിയിട്ടുണ്ടായിരുന്ന ദിവാന്റെ പേര് കൂടെ ജസ്റ്റ് ഒന്ന് അവിടെ പഠിച്ചു വെക്കുക. എന്തായിരുന്നു? ഷൺമുഖം, അല്ലെ? ഷൺമുഖം ഷെട്ടി എന്ന് പറയുന്ന ദിവാനായിരുന്നു ഇത്തരത്തിലൊരു അധികാരം അല്ലെങ്കിൽ അവകാശം അനുവാദം നൽകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അങ്ങനെ ഈ പറയുന്ന ഇലക്ട്രിസിറ്റി സമരത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. അവരുടെ പേര് കൂടെ നിങ്ങൾ ഇവിടെ ഒന്ന് ഓർമ്മിച്ച് വെക്കാനായിട്ട് ജസ്റ്റ് നോക്കുക. AR മേനോൻ. ഓക്കെ, AR മേനോൻ വരുന്നുണ്ട്. മേനോനാണ്. ഓക്കെ, AR മേനോൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇക്കണ്ട വാര്യർ. ഓക്കെ, ഇക്കണ്ട വാര്യർ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉണ്ണി. ഓക്കെ, ഇക്കണ്ട വാര്യർ, പിന്നെ ഉണ്ണി. ഇവരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ പറയുന്ന ഇലക്ട്രിസിറ്റി സമരത്തിന് 1936 തൃശ്ശൂരിൽ നേതൃത്വം കൊടുത്തിട്ടുണ്ടാവുന്നത് എന്നുള്ള കാര്യം നമ്മളെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോ അടുത്തതായിട്ട് ഇവിടെ നമുക്ക് എന്തൊക്കെയാ പറഞ്ഞു പോകുന്നത് എന്നുള്ളത് നോക്കാം. മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്തത് നമ്മൾ പഠിച്ചു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവിടെ പഠിച്ചു. അത്രയും ക്വസ്റ്റ്യൻസ് തന്നെയാണ് ആ ഭാഗത്തുനിന്ന് ചോദിക്കാറുള്ളത് ഇലക്ട്രിസിറ്റി സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇനി 1916 ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? 1916 ആനി ബസന്റിന്റെ അധ്യക്ഷതയിലെ കോൺഗ്രസ് സമ്മേളനം നടന്നു. അപ്പൊ 1916 ആനി ബസന്റിന്റെ അധ്യക്ഷതയിലെ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന പ്രധാന ഒരു കേസാണ് ഈ പറയുന്ന കിഴരിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത്. അല്ലെ, പലതവണയായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് കിഴരിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിങ്ങനെ പലതവണ ചോദിച്ചിട്ടുണ്ട്. അതായത് താഴെ പറയുന്നവയില് ക്വിറ്റ് ഇന്ത്യ സമരവുമായി, കേരളത്തിലെ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന സംഭവം ഏതാണ് എന്ന രീതിയിൽ ചോദ്യം കണ്ടിട്ടുണ്ട്. അതേതാണ്? നമ്മുടെ കിഴരിയൂർ ബോംബ് കേസ് ആണ്, അല്ലെ? ക്വിറ്റ് ഇന്ത്യ. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു കേസ്, കീഴരിയൂർ ബോംബ് കേസ് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇത് എവിടെയാണ് ഈ കീഴരിയൂർ എന്ന് വെച്ചാല്? കോഴിക്കോട്, അല്ലെ? കോഴിക്കോടാണ്. അപ്പൊ ഏത് ജില്ലയിലാണ് ഇനി നടന്നതെന്ന് ചോദിച്ചാല് കോഴിക്കോട് ജില്ലയിൽ വെച്ചാണ് 1942. ഓക്കെ, 1942 കൃത്യമായ ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നവംബർ 17 ഈ പറയുന്ന കീഴരിയൂർ ബോംബ് കേസ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഡോക്ടർ KB മേനോൻ, അതുപോലെ തന്നെ കുഞ്ഞിരാമ കിടാവ് തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കന്മാർ വ്യക്തികളാണ് ഈ പറയുന്ന കിഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഒന്ന് ഓർമ്മിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് അതിൽ തെറ്റായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം, 54ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ചോദിച്ചിട്ടുള്ളതാണ് പലതവണ. 1932 നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ആരാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ പറയുമ്പോൾ ആരാണ് വരുന്നത്? കെ കേളപ്പനാണ്, അല്ലെ? ഓക്കെ, ആരാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. കെ കേളപ്പനാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത് ഏത് വർഷമാണ് നടക്കുന്നത് എന്നുള്ളത് പലതവണ ചോദിച്ചിട്ടുള്ള, ആവർത്തിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. 1932 നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ എന്താ ചെയ്യാ? ഈ പറയുന്ന സർക്കാർ ഉദ്യോഗങ്ങളിലും അതുപോലെ തന്നെ നിയമസഭയിലും എന്ത് ചെയ്യാ? ജനസംഖ്യാനുപാതികമായിട്ട് സംവരണം കൊണ്ടുവരിക. അപ്പൊ ഈ പറയുന്ന അത്തരത്തില് സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം, ഈഴവ, ക്രിസ്ത്യൻ സമുദായക്കാർ 1932 നടത്തുന്ന ഒരു പ്രക്ഷോഭമായിരുന്നു ഈ പറയുന്ന നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ കേരളത്തിലെ ഈ പറയുന്ന സാമുദായിക സംവരണം, ഓക്കെ, സാമുദായിക സംവരണം എന്ന് പറയുന്നത് കൊണ്ടുവരുന്നതിന് കാരണമായിട്ടുണ്ടായിരുന്ന ഒരു പ്രക്ഷോഭം കൂടിയാണ്. സാമുദായിക സംവരണം എന്ന് പറയുന്നത് കേരളത്തിൽ കൊണ്ടുവരുന്നതിന് കാരണമായ പ്രക്ഷോഭം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന
നിവർത്തന പ്രക്ഷോഭമാണ് എന്നുള്ള കാര്യം കൂടെ അവിടെ പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ പറയുന്ന നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന ഒരു പ്രസംഗത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ പ്രസംഗമാണ് കോഴഞ്ചേരി അല്ലെ, കോഴഞ്ചേരി പ്രസംഗം എന്ന് പറയുന്നത്. ഓക്കെ, കോഴഞ്ചേരി പ്രസംഗം എന്ന് പറയുന്നത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നതാണ് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഓർമ്മിച്ച് വെച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ PSCയുടെ രൂപീകരണത്തിന് കാരണമായിട്ടുണ്ടായിരുന്ന ഒരു പ്രക്ഷോഭം കൂടിയാണ് ഈ പറയുന്ന നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത്. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് 1936 പിന്നീട് സ്ഥാപിതമാകുന്നുണ്ട്. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് പിന്നീട് ആ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് എന്തായിട്ട് മാറുന്നത്? KPSC, ഓക്കെ, കേരള PSC അല്ലെങ്കിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് 1936 കേട്ടോ. 1936 ഈ പറയുന്ന കേരള PSC ആയിട്ട് പിന്നീട് അത് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ അതായത് കേരള PSC ആയിട്ട് അത് മാറുന്നത് 1956 ഓക്കെ, 1956 കേരള PSC ആവുന്നത്. തിരുവിതാംകൂർ PSC രൂപീകൃതമാകുന്നതാണ് 1936. ഓക്കെ, അപ്പൊ തിരുവിതാംകൂർ PSC ആണ് 1936 സ്ഥാപിതമാകുന്നത്. ആ 1936 സ്ഥാപിതമായിട്ടുണ്ടായിരുന്ന തിരുവിതാംകൂർ PSC എന്ന് പറയുന്നത് പിന്നീട് 1956 കേരള PSC ആയിട്ട് മാറുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ചേക്കും. അപ്പൊ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കാര്യങ്ങൾ അവിടെ ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോവാണ്. 55ാമത്തെ ചോദ്യം ഇതാണ്: ഏത് കോൺഗ്രസ് സമരത്തിന്റെ ഭാഗമായാണ് കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനം നടന്നത്? ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനം എന്ന് പറയുന്നത് ഏത് കോൺഗ്രസ് സമരത്തിന്റെ ഭാഗമായിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് കേട്ടോ നമ്മുടെ ഉത്തരം വരുന്നത്, വടകര. ഓക്കെ, വടകര സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനം എന്ന് പറയുന്നത് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, 56ാമത്തെ ചോദ്യത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ 1921 ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? അപ്പൊ 1921 ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത്. വർഷം ഇമ്പോർട്ടന്റ് ആണ്. 1921 നടന്നത്. ഏത്? ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം. ഇതിന്റെ അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു? നമ്മുടെ T. പ്രകാശൻ ആയിരുന്നു കേട്ടോ. T. പ്രകാശൻ ആയിരുന്നു, ബാരിസ്റ്റർ T. പ്രകാശമായിരുന്നു ഇതിന്റെ അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നോക്കി വെക്കാം. 1921 നടന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി എവിടെ വെച്ചുകൊണ്ടാണ് ഇത് നടന്നത് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. നമ്മുടെ ഒറ്റപ്പാലത്ത് വെച്ചുകൊണ്ടാണ് കേട്ടോ. ഒറ്റപ്പാലത്ത് വെച്ചുകൊണ്ടാണ് 1921 ഏപ്രിൽ 23 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഡേറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് വർഷം ഒന്ന് ഓർമ്മിച്ച് വെക്കുക. 1921 ഒറ്റപ്പാലത്ത് വെച്ചുകൊണ്ടാണ് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത്. ബാരിസ്റ്റർ T. പ്രകാശായിരുന്നു അതിന് അധ്യക്ഷത വഹിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ T. പ്രകാശം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ആന്ധ്ര കേസരി. ഓക്കെ, ആന്ധ്ര കേസരി എന്നുള്ള വിശേഷണമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ T. പ്രകാശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പറയുന്ന സമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോ തിരുവിതാംകൂർ ആണെങ്കിലും അതുപോലെ തന്നെ കൊച്ചി ആണെങ്കിലും മലബാർ ആണെങ്കിലും ഇവിടെ നിന്നൊക്കെയുള്ള പ്രതിനിധികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആദ്യത്തെ ഒരു സമ്മേളനമായിട്ടാണ് 1921 ഈ പറയുന്ന ഒറ്റപ്പാലം സമ്മേളനത്തെ നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ പഠിച്ചാൽ മതി. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനവുമായി ബന്ധപ്പെട്ടൊന്ന് ഓർമ്മിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോവുകയാണ്. അടുത്ത ചോദ്യം ഇതാണ്: ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പൊ നമ്മുടെ കേരള റിനൈസൻസിൽ നിന്നുള്ള ചോദ്യമാണ്. ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബന്ധമില്ലാത്തത്. ഓക്കെ, 57ാമത്തിന്റെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. സ്ത്രീകൾക്ക് മേൽമുണ്ട് ജാക്കറ്റ് ധരിക്കുന്നതിനുള്ള അവകാശം നേടിക്കൊടുത്തു എന്ന് പറയുന്നതാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ബന്ധമുള്ള പ്രസ്താവനകൾ അങ്ങ്
പഠിച്ചു പോവാ അല്ലെ. ഏതാണ്? അപ്പൊ ഇത് മാത്രമാണ് റോങ് ആയി പോകുന്നത്. അപ്പൊ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് എന്ന പ്രഖ്യാപനം അദ്ദേഹം നടത്തുന്നുണ്ട്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനമാണ്. മനുഷ്യ സ്നേഹത്തിലും സർവമത സാഹോദര്യത്തിലും അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളാണ് ശ്രീനാരായണ ഗുരു നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ 3 സ്റ്റേറ്റ്മെന്റുകളും ഇത് സ്റ്റേറ്റ്മെന്റ് അല്ലാതെയും ആയിട്ടും ഒക്കെ ചോദിച്ചിട്ടുള്ള കാര്യമാണ്. സോ അവിടെ പഠിച്ചു വെക്കുക. അപ്പൊ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആദ്യത്തെ പലതവണയായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് എവിടെയാ ജനിക്കുന്നത് എന്നുള്ളത്. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള എന്താണ് ചെമ്പഴന്തിയിലാണ് അല്ലെ. ചെമ്പഴന്തിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. നാണു ആശാൻ, നാണു ആശാൻ എന്നുള്ള വിശേഷണമൊക്കെ ഉള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ പേരിൽ അറിയപ്പെട്ടതാണ്. അതുപോലെ തന്നെ കേരള നവോത്ഥാനത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നതാണ് അല്ലെ. കേരള നവോത്ഥാനത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ആദ്യകാല ഗുരുവായിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു കണ്ണങ്കര മുത്തുപ്പിള്ള ആശാൻ. കണ്ണങ്കര മുത്തുപ്പിള്ള ആശാനായിരുന്നു ഇദ്ദേഹത്തിന്റെ ആദ്യകാല ഗുരുവായിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഗുരുക്കന്മാർ ഇദ്ദേഹത്തിന് വരുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മളെ നോക്കുമ്പോ തൈക്കാടയ്യ, ഇദ്ദേഹത്തിന് ഹഠയോഗ വിദ്യ, ഹഠയോഗ വിദ്യ ഹഠയോഗ വിദ്യ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഗുരു ആരാണ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തൈക്കാടയ്യാണ് എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹത്തെ ഈ പറയുന്ന തൈക്കാടയ്യാണ് ഇദ്ദേഹത്തെ ഈ പറയുന്ന ഹഠയോഗ വിദ്യയൊക്കെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ പലതരത്തിൽ ഒരുപാട് ഗുരുക്കന്മാര് ശ്രീനാരായണ ഗുരുവിന് ഉണ്ടായിട്ടുണ്ട്. അതിൽ കണ്ണങ്കര മുത്തപ്പിള്ള ആശാനായിരുന്നു ഇദ്ദേഹത്തിന്റെ ആദ്യകാല ഗുരു എന്ന് പറയുന്നത്. പിന്നെ ഹഠയോഗ വിദ്യ പഠിപ്പിച്ചത് ആരാണ് എന്നെങ്ങാനും എടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തൈക്കാടയ്യാണ് വരുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് ജസ്റ്റ് ഓർമ്മിച്ചു. അപ്പൊ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് നമുക്ക് ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളായിട്ട് പറഞ്ഞു പോകാനുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ അദ്വൈതാശ്രമം അല്ലെ. അദ്വൈതാശ്രമം എന്ന് പറയുന്നത് 913 കാലഘട്ടങ്ങളിലായിട്ട് അദ്ദേഹം ഇവിടെ ഈ പറയുന്ന ആലുവയില് ആശ്രമമൊക്കെ സ്ഥാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ആലുവയിൽ ഈ പറയുന്ന സർവമത സമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സർവമത സമ്മേളനം നടത്തുന്നത് 924 അതുപോലെ തന്നെ ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിക്കുന്നുണ്ട് 928 കാലഘട്ടങ്ങളിലായിട്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങള് ഈ ഒരു ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പറഞ്ഞു പോവാനായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ജന്മദിനാണെങ്കിലും ചരമദിനാണെങ്കിലും ഒക്കെ കേരളത്തിൽ അവധി ദിവസമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരേ ഒരു നവോത്ഥാന നായകൻ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ജന്മദിനം അതുപോലെ തന്നെ ചരമദിനം എന്ന് പറയുന്നത് കേരളത്തിൽ പൊതു അവധിയായിട്ടാണ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു രാജ്യത്തിന്റെ, അതായത് നമ്മുടെ ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ആദ്യത്തെ മലയാളി ആരാണ് എന്ന് ചോദിച്ചാലും അതും ശ്രീനാരായണ ഗുരു തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു നാണയത്തിൽ, കോയിനിൽ മുദ്രണം ചെയ്യപ്പെട്ടിട്ടുള്ള ആദ്യത്തെ മലയാളി കൂടിയാണ് ശ്രീനാരായണ ഗുരു എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് ഓർമ്മിച്ചു വെക്കാം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു പ്രധാന രചനയുണ്ട്. ആദ്യത്തെ രചനയായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നതാണ് ഏത്? വഞ്ചിപ്പാട്ട്. വഞ്ചിപ്പാട്ട് മീൻസ് എന്താണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് എന്ന് പറയുന്നതാണ് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ രചനയായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പറഞ്ഞു പോകാനും പഠിച്ചു പോകാനുണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് പഠിച്ചു പോവാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇപ്പൊ പെട്ടെന്ന് നിങ്ങളൊന്ന് ഓർമ്മിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യക്ഷ രക്ഷാദൈവ സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോ ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? പ്രത്യക്ഷ രക്ഷാ ദേവസഭ എന്ന് പറയുന്നത് ആരാണ് സ്ഥാപിച്ചിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ആരാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ? ഇത് ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് വന്ന മറ്റൊരു ചോദ്യമാണ്. അപ്പോ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് നമ്മുടെ കുമാര ഗുരുദേവനാണ് അല്ലെ. കുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കൈ യോഹന്നാൻ എന്ന പേരിലെല്ലാം അറിയപ്പെടുന്ന കുമാര ഗുരുദേവനാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറയുന്നത് ഫൗണ്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പോകാനുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് നോക്കി പോവാം. ഇരവിപ്പേരൂരില് ഒന്ന് റൈസ് ചെയ്യുന്നുണ്ട്, ഒരു മിനിറ്റ്.
ഓക്കെ, അപ്പം കുമാരഗുരുദേവനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇരവിപേരൂരിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഓക്കെ, ഇരവിപേരൂര് നമ്മുടെ പത്തനംതിട്ടയിലെ ഇരവിപേരൂരിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. കുമാരഗുരുദേവൻ, അതുപോലെ തന്നെ പൊയ്കയിൽ അപ്പച്ചൻ, അല്ലെ, പൊയ്കയിൽ അപ്പച്ചൻ എന്നുള്ള വിശേഷണമൊക്കെ ഉള്ള, അല്ലെങ്കിൽ ആ പേരിലൊക്കെ അറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മുടെ ഗുരുദേവനാണ്. ഓക്കെ, പൊയ്കയിൽ അപ്പച്ചൻ എന്നുള്ള പേരിലൊക്കെ ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിനെയാണ് നമ്മൾ എന്ത് പേരിലും വിളിക്കുന്നത്? പുലയൻ മത്തായി എന്നുള്ള പേരില്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പ്രതിയോഗികള് ഇദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായിരുന്ന ഒരു പേരാണ് ഈ പറയുന്ന പുലയൻ മത്തായി എന്ന് പറയുന്ന ഈ ഒരു പേരിലും അദ്ദേഹത്തിനെ വിളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കൂടാതെ തന്നെ കേരള നെപ്പോളിയൻ എന്ന് പറയുന്ന വിശേഷണമുള്ള ഒരു വ്യക്തി കൂടിയാണ് കേരള നെപ്പോളിയൻ. ഓക്കെ, കേരള നെപ്പോളിയൻ എന്ന വിശേഷണമുള്ള ഒരു വ്യക്തി കൂടിയാണ് പൊയ്കൈ യോഹന്നാൻ എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ചു വെക്കുക. പിന്നെ അതുപോലെ തന്നെ 921 അതുപോലെ തന്നെ 31 കാലഘട്ടങ്ങളിലായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ശ്രീമൂലം പ്രജാസഭയിലോട്ട്, ഓക്കെ, ശ്രീമൂലം പ്രജാസഭയിലോട്ട് ഇദ്ദേഹം എലക്ട് ചെയ്യപ്പെടുന്നതായിട്ട്, തെരഞ്ഞെടുക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ദളിത് വിദ്യാർത്ഥികൾക്കായിട്ട് പ്രത്യേക സ്കോളർഷിപ്പുകൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ശ്രീമൂലം പ്രജാസഭയിൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നതും ആര് തന്നെയാണ്? ഈ പറയുന്ന പൊയ്കയിൽ യോഹന്നാനാണ് എന്ന് എന്ന കാര്യങ്ങൾ കൂടെ അവിടെ ഒന്ന് ഓർമ്മിച്ചു വെക്കുക. അതുപോലെ തന്നെ പൊയ്കൈ യോഹന്നാനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു ലഹള നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അടിലഹള, അല്ലെ? അടിലഹള എന്ന് പറയുന്ന ഒരു ലഹളയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. അടിലഹള എന്ന് വെച്ചാൽ എന്താണ്? ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ മോക്ഷം, അതിനായിട്ട് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു പ്രക്ഷോഭമാണ് ഈ പറയുന്ന അടിലഹള എന്ന് പറയുന്നത് കേട്ടോ. അടിലഹള എന്നുള്ളത് കാര്യം കൂടെ അവിടെ ഓർമ്മിച്ചു വെക്കുക. ഇനി പറയുന്ന പ്രത്യക്ഷ രക്ഷാ ദൈവസഭയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് എന്താണ്, അതിന്റെ എവിടെയാണ് അതിന്റെ ഹെഡ് ക്വാർട്ടർ അല്ലെങ്കിൽ അതിന്റെ ആസ്ഥാനം വരുന്നത് എന്നുള്ളത് കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എവിടെയാണ്? ഇരവിപേരൂർ തന്നെയാണ്. ഓക്കെ, ഇരവിപേരൂർ തന്നെയാണ് അദ്ദേഹം ജനിച്ച ഇരവിപേരൂര് പത്തനംതിട്ടയിൽ തന്നെയാണ് ഇതിന്റെ ആസ്ഥാനം വരുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. കാരണം ചോദിക്കാം, ഇതൊക്കെ നമുക്ക് എടുത്ത് ചോദിക്കാനായിട്ട് സാധ്യതയുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം രചിച്ചിട്ടുള്ള ഒരു കവിതാ സമാഹാരം കൂടെ ഇവിടെ വരുന്നുണ്ട്. അതാണ് രത്നമണികൾ എന്ന് പറയുന്നത് കേട്ടോ. രത്നമണികൾ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു പ്രധാന കവിതാ സമാഹാരമാണ് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് ഓർമ്മിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മുടെ കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാലത്ത് നമ്മുടെ കുളത്തൂർ കുന്നിലോട്ട്, മാരംകുളം എന്ന് പറയുന്ന സ്ഥലത്തുനിന്നും കുളത്തൂർ കുന്നിലോട്ട് ജാഥ നടത്തിയത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതും കുമാരഗുരുദേവനാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാലത്ത് കേട്ടോ, ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്ത് എങ്ങോട്ടേക്കാണ് നടത്തുന്നത്? കുളത്തൂർ കുന്ന്. ഓക്കെ, കുളത്തൂർ ഞാൻ എഴുതാം, നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കുളത്തൂർ കുന്ന് കേട്ടോ. കുളത്തൂർ കുന്നിലോട്ടാണ് ജാഥ നടത്തുന്നത്. എവിടുന്നാണ് നടത്തുന്നത്? ഓക്കെ, മാരംകുളത്തിൽ നിന്നും കുളത്തൂർ കുന്നിലോട്ട് ജാഥ നടത്തിയതും ആര് തന്നെയാണ്? ഈ പറയുന്ന കുമാരഗുരുദേവനാണ് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ചേക്കുക, ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്ത്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ അവിടെ ഒന്ന് പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് ഞാൻ മൂവ് ചെയ്യാണ്. 59ാമത്തെ ചോദ്യമാണ്. 1615 കേരളത്തിലെത്തി സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധി ആരായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഈസി ആയൊരു ചോദ്യമാണ്. വില്യം കീലിംഗ് ആണ്, അല്ലെ? വില്യം കീലിംഗ് ആണ് എന്ത് ചെയ്യുന്നത്? 1615 കേരളത്തിലെത്തിയിട്ട് സാമൂതിരിയുമായി വ്യാപാര ബന്ധത്തില് ഏർപ്പെടുന്നതായിട്ട്, വ്യാപാര ഉടമ്പടി ഒപ്പുവെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോ ആരാണ് നമ്മുടെ ഉത്തരം വരുന്നത്? വില്യം കീലിംഗ് ആണ് എന്നുള്ള കാര്യം നമ്മുടെ നോട്ട് ചെയ്ത് വെക്കുക. 60ാമത്തെ ചോദ്യത്തിലോട്ട് നമ്മൾ പോവാണ്. 60ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, വയനാട്ടിലെ കുറിച്യ കലോപവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ് കുറിച്യ കലോപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്?
പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഈ കുറിച്യ കലാപം എന്ന് പറയുന്നത് മറ്റൊരു പ്രധാന ഏരിയ ആണ്. എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ഉത്തരത്തിലോട്ടാണ് പോവാ, എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നാലാമത്തെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാം എന്താണ് ശരിയായിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് അല്ലെ. കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ശരിയായിട്ട് തന്നെയാണ് വരുന്നത്. എന്താണ് കുറിച്യ കലാപത്തിൽ നമ്മൾ പറയുമ്പോൾ? കുറിച്യ കലാപം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാര് അമിത നികുതി അല്ലെങ്കിൽ എന്താണ് നികുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ഒരു കലാപമാണ് ഈ പറയുന്ന കുറിച്യ കലാപം എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് അവര് അതുവരെ സാധനങ്ങളൊക്കെയാണ് നികുതിയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഒരു പോളിസി കൊണ്ടുവരികയാണ്, ഇനി സാധനങ്ങൾ പറ്റത്തില്ല, പണമായിട്ട് തന്നെ അത് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, അതായത് പണമായിട്ട് തന്നെ എന്ത് കൊടുക്കണം? നികുതി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് നടക്കുന്നത്? ഈ പറയുന്ന കുറിച്യ കലാപം എന്ന് പറയുന്നത്. അതിന്റെ വർഷം ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. 1812 അല്ലെ, 1812 കുറിച്യ കലാപം എന്ന് പറയുന്നത് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. രാമനമ്പി അതല്ലെങ്കിൽ രാമമൂപ്പൻ എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്ന രാമനമ്പി ആയിരുന്നു ഈ ഒരു കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ നികുതി പണമായിട്ട് അടക്കാൻ കഴിയാത്തവരുടെ ഭൂമി എന്ത് ചെയ്യും? കൃഷിഭൂമി പിടിച്ചെടുക്കും. ഇതായിരുന്നു ഈ ഒരു കലാപത്തിന്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഇതിന്റെ ഒരു പോളിസി എന്ന് പറയുന്നത്, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പോളിസി എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു കലാപത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം ദക്ഷിണേന്ത്യയിൽ നടന്നിട്ടുള്ള ഏക ഗിരിവർഗ കലാപം കൂടിയാണ് ഈ പറയുന്ന നമ്മുടെ കുറിച്യ കലാപം എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു നികുതി കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നുണ്ട്. ഇനി എങ്ങാനും ഈ ഒരു നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഏത് ഉദ്യോഗസ്ഥനാണ്, ഏത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് കിട്ടാതെ പോകരുത്. വാർഡനാണ് കേട്ടോ. തോമസ് വാർഡനാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പുതിയ നികുതി പരിഷ്കാരം നമ്മളിപ്പോ നേരത്തെ കണ്ടു, 3 പോയിന്റുകൾ പഠിച്ചില്ലേ? ആ നികുതി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഈ പറയുന്ന തോമസ് വാർഡൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അങ്ങനെ ഈ ഒരു കലാപം സ്റ്റാർട്ട് ചെയ്യുകയാണ് 812. പിന്നെ അതുപോലെ പലതവണ റിപ്പീറ്റഡ് ആയിട്ട് വന്ന മറ്റൊരു ചോദ്യമാണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ഓക്കെ, വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന് പറയുന്ന ഈ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് ഏത് കലാപവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് ചോദിച്ചിട്ടുള്ളതാണ്. അതും ഏത് തന്നെയാണ്? നമ്മുടെ ഈ പറയുന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വരുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് പഠിച്ചേക്കാം. പിന്നീട് 812 മെയ് മാസത്തിലാണ്, കൃത്യമായി പറയുകയാണെങ്കിൽ മെയ് 8 ഈ ഒരു കലാപത്തെ അടിച്ചമർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ കുറിച്യരുണ്ട്. അപ്പൊ അതോടൊപ്പം തന്നെ കുറിച്യരോടൊപ്പം കലാപത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരു പ്രധാന ഗോത്ര വിഭാഗമാണ് കുറുമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, കുറുമ്പർ എന്ന് പറയുന്ന ഒരു ആദിവാസി വിഭാഗം കൂടി ഈ ഒരു കലാപത്തില് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ വയനാട്ടിലെ കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളൊന്ന് ഓർമ്മിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ.